വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു പിസയാണ്. വളരെ ടേസ്റ്റിയാണ്. ഹായ് ഫ്രണ്ട്സ്, വിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്ത് സൈഡിൽ കാണുന്ന ഓൾ എന്നുള്ളതും കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു കടായി പിസയാണ്. അതിനായി 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്ത് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1 ടീസ്പൂൺ പഞ്ചസാര, കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്യണത് തൈരിലാണ്. 2 ടേബിൾ സ്പൂൺ തൈര് ആദ്യം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. ഒട്ടും വെള്ളം ഒഴിക്കാനില്ല, മുഴുവൻ തൈര്. പുളിയില്ലാത്ത തൈര് വേണം നമ്മളിതിന് ഉപയോഗിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് പുളി കൂടുതലുണ്ടെങ്കിൽ 1 സ്പൂൺ തൈര് എടുത്തിട്ട് ബാക്കി പാലൊഴിച്ച് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ട് അങ്ങനെ എടുത്താലും മതി. അല്ലെങ്കിൽ കുറച്ച് പാലെടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരിയോ നാരങ്ങയോ പിഴിഞ്ഞൊഴിച്ചാൽ മതി. അപ്പോഴും 10 മിനിറ്റ് കഴിയുമ്പോൾ ആയി കിട്ടും. ഇനി ഈ മാവ് നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട സോസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് 2 തക്കാളി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അരിയൊക്കെ കളഞ്ഞതാണ്. അതൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കുറച്ച് ചീസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 1 കഷ്ണം സവാള, 5-8 വെളുത്തുള്ളി, 5-8 10 ഉണ്ടെന്ന് തോന്നുന്നു. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ല കേട്ടോ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ വറ്റൽമുളക് ഇട്ട് കൊടുത്ത് ഒന്ന് കളർ മാറുമ്പോൾ നമ്മൾ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടി വഴണ്ട് വരണം. നമ്മളിതിലേക്ക് കെച്ചപ്പോ ഒറിഗാനോ ഒന്നും ഇട്ട് കൊടുക്കണില്ല. അതുകൊണ്ട് 1 കുഞ്ഞു കഷ്ണം പട്ടയും 1 ഗ്രാമ്പൂവും ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടിയിട്ടൊന്ന് വഴറ്റി കൊടുക്കുവാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ്, കുറച്ച് വിനാഗിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ വിനാഗിരി. നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, അതിന് പകരമാണ് ഇതിട്ട് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് അതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം ചൂടാറുമ്പോൾ. ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒരു ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക. നമ്മൾ എടുത്ത് വെച്ചേക്കണ മാവിനെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ എൻ്റെ കയ്യിൽ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ കയ്യിൽ ഇത്തിരി എണ്ണയൊക്കെ എടുത്തിട്ടൊന്ന് തൂത്തിട്ട് എടുത്താൽ മതി. അപ്പോൾ അത് കയ്യിൽ പറ്റില്ല. ഇനി അത് ആ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുകയാണ്. അറ്റം ഇത്തിരി കട്ടിയായിട്ട് വരണം. ഒരു റൗണ്ട് ഷേപ്പ് വരണം. അറ്റത്ത് കുറച്ച് കട്ടി കൂടിയിരിക്കണം, നടുവിൽ ഇത്തിരി കട്ടി കുറഞ്ഞിരിക്കണം. അങ്ങനെയാണല്ലോ പിസയുടെ ഷേപ്പ്. അതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചേക്കണം സോസ് പുരട്ടി കൊടുക്കാം. 1 1/2 ഇഞ്ച് അറ്റത്തുനിന്ന് വിട്ടിട്ട് വേണം. റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ പുരട്ടി കൊടുക്കുന്നത്. നന്നായിട്ട് പുരട്ടി കൊടുക്കണം. എല്ലാ ഭാഗത്തും ആവണം. 1/2 ഇഞ്ച് ഇപ്പോൾ ഇതുപോലെയാണ് പുരട്ടി കൊടുക്കേണ്ടത്. ഇനി നമ്മൾ 1/2 ലിറ്റർ പാലെടുത്തിട്ട് അതിലേക്ക് ചൂടായി അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് അങ്ങനെ എടുത്താണ് ഈ ചീസ്. എന്നിട്ട് അതൊന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് അതെടുത്ത് ഒന്ന് പിഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചാൽ നമുക്കിങ്ങനെ കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ നമുക്കങ്ങനെ ഗ്രേറ്റ് ചെയ്തിടാൻ പറ്റും. അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ക്യാപ്സിക്കം അതൊന്ന് റൗണ്ട് ഷേപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടാണ് വെക്കണത്. നിങ്ങൾക്കത് നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ വെക്കാം. അതൊരു 4 വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തക്കാളി, അത് ചുമന്ന കളറൊന്നുമില്ലല്ലോ, അതുകൊണ്ട് തക്കാളി എടുത്തിട്ട് അതും ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം. സവാള വെച്ച് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അന്ന് ദോശ ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചതിൻ്റെ ബാക്കി ക്യൂബായിട്ടുള്ള ചീസ് ബാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അതില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിയ ചീസില്ലേ അത് ബാക്കി ഉണ്ടാവും. അത് ഗ്രേറ്റ് ചെയ്ത് മുകളിലിട്ട് കൊടുത്താൽ മതി. 1/2 ലിറ്റർ പാലിൽ ഉണ്ടാക്കുമ്പോൾ എന്തായാലും കൂടുതലുണ്ടാവും.
നമ്മളിത് പരത്താൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു പഴയ ഫ്രൈ പാൻ എടുത്ത് അടുപ്പിൽ വെച്ചേക്കണം, നല്ല ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കാൻ വേണ്ടി. എന്നിട്ട് ഇതായി വരുമ്പോൾ അതിൻ്റെ മീതെ വെച്ച് ബേക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ചീസ് ഗ്രേറ്റ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ബ്ലൂബെറീസ് അവർ വെച്ച് കൊടുക്കുമല്ലോ, അത് നമുക്കില്ലാത്ത കാരണം നമ്മൾ കിസ്മിസാണ് വെച്ച് കൊടുക്കണത്. എന്നിട്ട് 30 മിനിറ്റ് അതിൻ്റെ മീതെ വെച്ച് നമ്മൾ ചൂടാക്കി വെച്ചേക്കണ പാത്രത്തിൻ്റെ മീതെ വെച്ച് ബേക്ക് ചെയ്തപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിരുന്നു, നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ല പൊങ്ങി വന്നേക്കണം കേട്ടോ. അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഈസ്റ്റൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയേക്കണ പിസ്സയാണിത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത്